ആറ്റിങ്ങലിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചിറയൻകീഴ് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിലാണ് നിയോജകമണ്ഡലത്തിലെ 15ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തത്. OS അംബിക MLA പട്ടയങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെയേറെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളുടെ മുഖത്തല്ലേ സന്തോഷമില്ലേ നമുക്ക്? അതല്ലേ വളരെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലേ സ്വന്തമായ ഒരു കിടപ്പാടം അല്ലേ എൻ്റെ സ്വപ്നം നമുക്ക് കഴിഞ്ഞ ദിവസം കോളത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് വിതരണം ചെയ്തത്. അപ്പോൾ നമുക്കൊരാഗ്രഹം നമ്മുടെ മണ്ഡലത്തിൽ വെച്ചാൽ അവിടെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മൊത്തം 28 പേരാണ്. അവിടെ കുറച്ച് പേർ വാങ്ങി, പക്കത്തും ആറ്റിങ്ങലുമുള്ള പാവങ്ങളായ ആളുകൾ അവിടെ നിന്ന് വാങ്ങി. ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് നമ്മളിവിടെ വെച്ച് ഇത് വിതരണം ചെയ്യാൻ നമുക്ക് ഇത് സാധ്യമാകുന്നത്. ഈ ഗവൺമെന്റ് വളരെ കരുതലോടെയാണ് നമ്മളെ കാത്തു അല്ലേ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ എത്ര പറഞ്ഞാൽ നമുക്ക് മതിയാകാത്ത ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഒരു 10 വർഷമായി സംസ്ഥാന ഗവൺമെന്റ് ഭരിച്ചു അല്ലേ. അന്ന് നമ്മൾ പറഞ്ഞു, ആ രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു എന്തേ ഭൂമിയില്ലാത്ത എല്ലാ ആളുകൾക്കും ഭൂമിയും വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുമെന്ന ആ പിണറായി പത്രയിൽ പറഞ്ഞ ആ മുദ്രാവാക്യം നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അഭിമാനത്തിൽ നമുക്ക് നൽകുകയാണ് അല്ലേ. നമുക്ക് ഇന്ന് ഇവിടെ മൊത്തം 28 പേർക്കാണ് ഇപ്പൊ നമ്മളിന്ന് 15 പേർക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ കോളത്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ പേർ അടുത്ത് നമ്മൾ ഈ പഞ്ചായത്ത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വിഷയങ്ങൾ നമ്മുടെ മുന്നിലുള്ള അതും നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് വളരെ അതിദാരിദ്ര്യം മുക്ത സംസ്ഥാനങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സന്തോഷവും ഇത് നമുക്ക് പാവങ്ങളായ ആളുകൾക്ക് പട്ടയം സ്വന്തമായ ഒരു ഭൂമി കിടപ്പാടവും കൊടുക്കാൻ ഗവൺമെന്റ് സാധ്യമാകും. ആ ഒരു സുലഭ നിമിഷത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. പുളിമാത്ത് വില്ലേജിലെ 8 കുടുംബങ്ങൾക്കും കിളിമാനൂർ വില്ലേജിലെ 3, വർക്കല താലൂക്കിലെ ചെറുന്നിയൂർ വില്ലേജിൽ 3, ഒറ്റൂർ വില്ലേജിൽ 1 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആറ്റിങ്ങൽ വില്ലേജിലെ 8 ഗുണഭോക്താക്കളുടെയും വക്കം വില്ലേജിലെ 2 ഗുണഭോക്താക്കളുടെയും പട്ടയം കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാതല പട്ടയ വിതരണ മേളയിൽ വിതരണം ചെയ്തിരുന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ സർക്കാർ യഥാർത്ഥ ശ്രദ്ധ ചെലുത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കോളത്ത് വെച്ച് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ബാക്കി അവിടെ എത്താത്തവർക്കാണ് ഇവിടെ വെച്ച് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചിറയൻകീഴ് തഹസീൽദാർ സജി, വർക്കല ഡെപ്യൂട്ടി തഹസീൽദാർ RS സജി, ചിറയൻകീഴ് താലൂക്ക് LR തഹസീൽദാർ അജയൻ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
Indian fashion jewelry wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.